സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതിന് അടിസ്ഥാന സൗകര്യത്തിനുള്ള പങ്ക് ഒട്ടും ചെറുതല്ല എന്നതിന് തെളിവാണ് തിരുവനന്തപുരത്തെ പൊതുവിദ്യാലയമായ പട്ടം ഗേൾസ് സ്കൂൾ. 4.5 കോടി രൂപ ചെലവഴിച്ച് ഹയർ സെക്കൻഡറി കെട്ടിടം നിർമ്മിച്ചതോടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ആവശ്യക്കാരേറി. കാരണം സ്കൂൾ ഹൈടെക് ആയപ്പോൾ A+ന്റെ എണ്ണവും കൂടിയിട്ടുണ്ട്. नमस्ते, बैठिए. सब खुशी से है ना? खुश है? हमारा क्लासरूम को देखिए, सब सुविधाएं हम के लिए है. ഒരു നൂറ്റാണ്ടിലധികം വിദ്യ അഭ്യസിപ്പിച്ച പാരമ്പര്യമുണ്ട് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്. ഒരു കാലത്ത് പഴയ കെട്ടിടത്തിൽ അസൗകര്യങ്ങളുടെ നടുവിൽ വിദ്യാർത്ഥികൾ പഠിച്ച സ്കൂളാണിത്. 2022 മുതൽ കാലം മാറി. ബ്ലാക്ക് ബോർഡും ചോക്കും ക്ലാസ്സിന് പുറത്തായി. ക്ലാസുകൾ സ്മാർട്ടായി. കിഫ്ബി പദ്ധതിയിലൂടെ 4.5 കോടി രൂപ ചെലവഴിച്ച് പുതിയ സ്കൂൾ കെട്ടിടം ഉയർന്നതോടെ സ്കൂളിന്റെ ഭൗതിക നിലവാരം മാറി. മികച്ച പഠന സൗകര്യം ലഭിച്ചതോടെ അക്കാദമിക നിലവാരവും വിദ്യാർത്ഥികളുടെ വിജയ ശതമാനവും ഉയർന്നു. വളരെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളാണ് സ്കൂളിലുള്ളത്. അപ്പോൾ അത് ഒരു പരിധിവരെ ഈ കിഫ്ബി ഫണ്ടിൻ്റെ സഹായമാണ്. കമ്പ്യൂട്ടർ സയൻസ് ലാബായാലും ഫിസിക്സ് ലാബായാലും കെമിസ്ട്രി ലാബായാലും ക്ലാസ് മുറികളായാലും ഒക്കെ വളരെ ഗംഭീരമായ ക്ലാസ് മുറികളാണ്. അപ്പം ഈ ഹൈടെക് രീതിയിലുള്ള ക്ലാസ് മുറി വന്നപ്പോഴത്തേക്ക് ക്ലാസ് റൂമുകളിൽ തന്നെ ഹൈടെക് രീതിയിലുള്ള സംവിധാനങ്ങളും വന്നു. ഇപ്പോൾ ഒരു അത്ഭുതമാണ് രക്ഷകർത്താക്കൾക്കും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കുമൊക്കെ ഈ ഭൗതിക സാഹചര്യത്തിൻ്റെ കാര്യത്തിൽ വളരെ അത്ഭുതമാണ്. അതിനൊരു പ്രേരകശക്തിയായത് നമ്മുടെ കിഫ്ബി ഫണ്ടാണ്. ഇന്ന് പട്ടം GHSൽ ഹയർ സെക്കൻഡറി അഡ്മിഷൻ നേടാൻ വലിയ തിരക്കാണ്. സയൻസ്, കണക്ക്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് മികച്ച ലാബ് സൗകര്യമുണ്ടായി. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 വേറെ സ്കൂൾ അന്വേഷിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ച വിദ്യാർത്ഥിനികൾക്ക് സ്വന്തം സ്കൂളിൽ തന്നെ മികച്ച പഠനം തുടരാനുള്ള ഭാഗ്യമുണ്ടായി. നമുക്ക് എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള സ്കൂളാണ്. ലാബായാലും ക്ലാസ് റൂംസ്, ഡിജിറ്റൽ ക്ലാസ് റൂംസ് ആണ്. അങ്ങനെ എല്ലാം കൊണ്ടും വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ്. ഞാൻ 5th മുതൽ ഇവിടെ പഠിക്കുന്നതാണ്. അപ്പോൾ 10th ആയപ്പോഴേക്കും എനിക്ക് തോന്നി ഇവിടെ നിന്ന് മാറണമെന്ന് തോന്നി. ഞാൻ വന്ന ടൈമിൽ ഈ ബിൽഡിംഗ് ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു, ഓട് ഇതായിരുന്നു. പിന്നെ ആയപ്പോൾ ഫുൾ ഡെവലപ്ഡ് ആയപ്പോൾ ഭയങ്കര ഒരുപാട് സന്തോഷമായി. പിന്നെ ഇവിടെ തന്നെ പഠിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അസൗകര്യങ്ങളിൽ പഠിച്ച മക്കൾക്ക് സ്വകാര്യ സ്കൂളിനൊപ്പം കിടപിടിക്കുന്ന വിദ്യാഭ്യാസം കിട്ടുന്നതിന്റെ ആശ്വാസമാണ് രക്ഷിതാക്കൾക്ക്. പണ്ട് കാലത്ത് ഗവൺമെൻറ് സ്കൂളുകളിൽ ആരും വിടത്തില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഗവൺമെൻറ് സ്കൂളിൽ പൊതുവിദ്യാലയത്തിൽ പഠിച്ചാലേ എൻ്റെ മക്കൾ നന്നാവൂ എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ 2 മന്ത്രിമാരുടെ മക്കൾ പഠിക്കുകയാണ്. 3 നില ബിൽഡിങ്ങാണ്, മനോഹരമായ ലാബുകൾ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. അതെല്ലാം കുട്ടികൾക്ക് എല്ലാം പഴയ സാധനങ്ങളെല്ലാം മാറ്റി പുതിയ ലാബുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികൾക്ക് സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ഫണ്ട് പരിമിതികളെ മറികടക്കാൻ ഉപായമായത് ഒരു പരിധിവരെ കിഫ്ബിയാണ്. പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം കിഫ്ബി ഫണ്ടിലൂടെ നിരവധി സ്കൂളുകളുടെ മുഖച്ഛായ മാറി. സ്കൂളുകളുടെ വികസനം കിഫ്ബി ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നിർവഹിച്ച ഒന്നാണ്. ഏതാണ്ട് 5000-ലധികം കുട്ടികൾ പഠിക്കുന്ന പട്ടം ഗേൾസ്, അവിടെ 5 കോടി രൂപയുടെ കെട്ടിടമാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൂർത്തീകരിച്ചത്. വട്ടിയൂർക്കാവ് ഗവൺമെൻറ് സ്കൂളിൽ 3 കോടി രൂപയുടെ കെട്ടിടമാണ് കിഫ്ബിയിലൂടെ പൂർത്തീകരിച്ചത്. പേർക്കട ഗേൾസിൽ 1 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പണം ലഭിച്ചാൽ പൊതുജനം സ്വകാര്യ മേഖലയുടെ ചൂഷണത്തിന് തലവെക്കില്ലെന്ന് തെളിയിക്കുന്നതാണ് പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വാക്കുകൾ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.